ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് ചെറിയൊരു കുക്കിംഗ് വീഡിയോ ആണ് കേട്ടോ. പോർക്ക് റോസ്റ്റാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് ആദ്യം നമ്മൾ സ്റ്റൗ ഓൺ ചെയ്തതിന് ശേഷം ചീനച്ചട്ടി അടുപ്പിൽ വെക്കുക. അത് നല്ലതുപോലെ ചൂടായതിന് ശേഷം ആവശ്യത്തിന് എണ്ണ ഒഴിച്ച് കടുകിടുക. ആ ഒരു സമയത്ത് നമുക്ക് പോർക്കൊന്ന് വേവിച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ട് കുക്കറിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ച പോർക്ക് അതിലേക്ക് ശകലം മഞ്ഞൾപ്പൊടി, ശകലം മുളക് പൊടി, ഉപ്പും ഇട്ട് നല്ലോണം മിക്സ് ചെയ്ത് വേവിക്കാൻ വെക്കുക കേട്ടോ. 3 വിഷിലാണ് ഞാൻ അടുപ്പിച്ചത്. അതിനുശേഷം എണ്ണ ചൂടായതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള സവാള, കൊച്ചുള്ളി, വെളുത്തുള്ളി, ഇഞ്ചി, തേങ്ങാക്കൊത്ത്, ആവശ്യത്തിനുള്ള പച്ചമുളക് എന്നിവയിട്ട് നല്ലതുപോലെ വഴറ്റുക കേട്ടോ. നല്ലൊരു മെറൂൺ കളർ ആവുന്നത് വരെ നല്ലതുപോലെ വഴറ്റി കൊടുക്കുക. വഴറ്റുന്നതിൻ്റെ ഇടയ്ക്ക് ചില ഉപ്പും കൂടി ഇട്ട് കൊടുത്താൽ നമുക്ക് പെട്ടെന്ന് വഴണ്ട് കിട്ടും കേട്ടോ. അങ്ങനെ നമ്മൾ നല്ലോണം വഴണ്ടതിന് ശേഷം അതിലേക്ക് ആവശ്യമായിട്ടുള്ള മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, മീറ്റ് മസാല, ഗരം മസാല എന്നിവ ഇട്ട് നല്ലതുപോലെ മൂപ്പിച്ചെടുക്കുക. അത്യാവശ്യം നല്ലതുപോലെ മൂത്തതിന് ശേഷം കരിഞ്ഞു പോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. മൂത്തതിന് ശേഷം നമുക്ക് ആവശ്യത്തിനുള്ള ഞാൻ ഒരു തക്കാളിയാണ് ഇട്ട് കൊടുത്തത്. തക്കാളി അരിഞ്ഞിട്ട് കൊടുക്കുക. അതിന് ശേഷം അത് നല്ലതുപോലെ വഴറ്റിയതിന് ശേഷം അതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന പോർക്ക് തട്ടിയിടുക കേട്ടോ. സ്റ്റാൻഡോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്ത കാരണം എല്ലാം ഒന്നും എടുക്കാൻ പറ്റിയില്ല. എന്നാലും അത്യാവശ്യം പറ്റിയുന്ന രീതിയിലെല്ലാം ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിന് ശേഷം നല്ലതുപോലെ അതൊന്ന് ഒരു 5-10 മിനിറ്റ് ഇരുത്തി നല്ലതുപോലെ ഓൾറെഡി വെന്തതായതുകൊണ്ട് തന്നെ പിന്നെ ഗ്രേവിയൊക്കെ ആയിട്ടൊന്ന് പിടിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു 10 മിനിറ്റോളം വേവിക്കുക കേട്ടോ. നല്ലതുപോലെ അത് കുറുകി വന്ന് കഴിയുമ്പോഴത്തേക്ക് അതിലേക്ക് നമ്മൾ കുരുമുളക് പൊടിയും എണ്ണയും കൂടെ ഒഴിച്ച് നല്ലതുപോലെ ഒന്ന് റോസ്റ്റ് പരുവത്തിലാക്കിയെടുക്കുക. ഇതാണ് കേട്ടോ എൻ്റെ ചെറിയൊരു പോർക്ക് റോസ്റ്റ്. എത്ര അറിയാത്ത ഒരാൾക്കാണെങ്കിലും ഇത് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ് കേട്ടോ. കണ്ട് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.